നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ മോൺസിഞ്ഞോർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 60ാമത് ഡിഗ്രി ബാച്ചിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപതാധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ കോളേജ് തല ഉദ്ഘാടനം കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലും നിർവഹിച്ചു. 4 വർഷ ബിരുദം വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന സാധ്യതകളെക്കുറിച്ചും അത് രാഷ്ട്ര നിർമ്മിതിക്ക് എങ്ങനെ ഉപകരിക്കുമെന്നും മുഖ്യമന്ത്രി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണമെന്നും അന്ധകാരത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളായ ഡ്രഗ്സ്, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്നിവ തിരിച്ചറിയണമെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഈ കലാലയത്തിലെ നിങ്ങളുടെ വിദ്യാരംഭം നടത്തുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, നല്ല ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ സാധിച്ചു. നല്ലൊരു കലാലയത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു എന്നുള്ള സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്കുണ്ടെന്ന് കരുതുകയാണ്. മാതാപിതാക്കന്മാരും നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതിനെ കരുതുന്നത്. കാരണം ഇവിടെ രജിസ്ട്രേഷൻ പറയുകയുണ്ടായി, കോളേജിന്റെ പ്രശസ്തിയെക്കുറിച്ചും നിലവാരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോളേജ് നിലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടുക്കി, എറണാകുളം, പാല, കോട്ടയം ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. നാക് അക്രഡിറ്റേഷനിൽ നല്ല നിലവാരം പുലർത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും അഭിമാനമാണ്. അവരുടെ പ്രവർത്തനഫലമായിട്ടാണ് സാധിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടി മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിലുണ്ടാകേണ്ട തുറവിയാണെന്ന് മാനേജർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സാജു അബ്രഹാം, ബിജു പീറ്റർ, പ്രസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, നോഡൽ ഓഫീസർ ബാനി ജോയി കിഴക്കൽ എന്നിവർ പ്രസംഗിച്ചു.
തൊടുപുഴ. കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ചെയിൻ ഉടമസ്ഥന് തിരികെ നൽകി വീട്ടമ്മ മാതൃകയായി. കാളിയാർ മുള്ളംകുത്തി സ്വദേശി മത്തിക്കപ്പാറയിൽ ഹസീന അസിയാണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴിയരികിൽ നിന്ന് ലഭിച്ച 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ചെയിൻ ഉടമസ്ഥന് തിരികെ നൽകി മാതൃക ആയത്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ചെയിൻ ഉടമസ്ഥന് തിരികെ നൽകി വീട്ടമ്മ മാതൃകയായി. കാളിയാർ മുള്ളംകുത്തി സ്വദേശി മത്തിക്കപ്പാറയിൽ ഹസീന അസിയാണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരും റോഡരികിൽ നിന്നും 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കൈച്ചെയിൻ ലഭിച്ചത്. ഭർത്താവിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ കാളിയാർ മുളങ്കുത്തി സ്വദേശി ബൈജുവിന്റെ ചെയിനാണ് നഷ്ടമായതെന്ന് മനസ്സിലാക്കുകയും കാളിയാർ പോലീസ് സ്റ്റേഷനിലെത്തി SHO നിസാമുദ്ദീൻ J, ASI പ്രീത എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു. ഹസീനയുടെ പ്രവൃത്തി സമൂഹത്തിന് തന്നെ മാതൃകയാണെന്ന് SHO നിസാമുദ്ദീൻ J പറഞ്ഞു. ഇന്നലെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇന്നലെ രാവിലെ ഒരു കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണത്തിന്റെ ചെയിൻ നഷ്ടപ്പെട്ട ചെയിൻ ഏകദേശം 3 പവനോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നഷ്ടപ്പെട്ട വിവരങ്ങൾ അവർ സുഹൃത്തുക്കൾ വഴിയും പഞ്ചായത്ത് മെമ്പർ വഴിയൊക്കെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. എന്തായാലും ഇന്ന് അത് ഒരു സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ട്. മത്തിക്കപ്പാറയിൽ ഹസീനയുടെ റോഡിൽ കിടന്ന് ഇന്നലെ ലഭിച്ചിരുന്നു. അവരത് ഗ്രൂപ്പിൽ നിന്നും മറ്റേ പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കി ഇത് ആരുടെയാണെന്നുള്ളത് മനസ്സിലാക്കി. എന്തായാലും അത് അവരിന്ന് സ്റ്റേഷനിൽ വെച്ച് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ച് കൈമാറുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും, ഈ ഉത്തരവാദിത്തബോധം കാണിച്ചുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അവർക്ക് എൻ്റെ ഒരു കാളിയാർ SHO എന്നുള്ള നിലയിൽ ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. അവരുടെ സത്യസന്ധതയും അവരുടെ ആ മഹാമനസ്കതയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതൊരു സമൂഹത്തിന് വലിയൊരു പാഠമാണ്, മാർഗരേഖയാണ് അവരുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അഴിമതി കേസിൽ 2ാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാനെ സംരക്ഷിക്കാൻ വിജിലൻസ് കേസ് അട്ടിമറിക്കാൻ CPM നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആരോപിച്ചു. തൊടുപുഴയിൽ BBC ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോപണം. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കൈക്കൂലി കേസിൽ പ്രതിയായിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹം രാജിവെക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തുടരുന്നതിനെ സംബന്ധിച്ചോ യാതൊരു അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന CPM ഈ അഴിമതി കാര്യത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമോ വെക്കണ്ടയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് യാതൊരു പരസ്യ അഭിപ്രായങ്ങളും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് വളരെ ദുരൂഹമാണ്. ഈ വിഷയം വളർത്തി നീട്ടിക്കൊണ്ടുപോയി മുനിസിപ്പൽ ചെയർമാനെ ഈ അഴിമതി കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നതിനുള്ള ഗൂഢാലോചനയാണോ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ മുനിസിപ്പൽ ചെയർമാൻ നേരിട്ട് അഴിമതി കേസിൽ പെടുന്നത് ആദ്യമായിട്ടാണ്. ഈ നഗരസഭയുടെ കഴിഞ്ഞ 3.5 വർഷത്തെ പ്രവർത്തനങ്ങൾ അത് വളരെ 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 ദയനീയമായ സ്ഥിതിയിലാണ്. ഈ തൊടുപുഴ നഗരസഭ കേരളത്തിലെ 7ഓ 8ഓ ഏറ്റവും വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയായി വളർത്തിക്കൊണ്ടുവന്ന ഒരു നഗരസഭയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കാളികളായതാണ്. നിരവധി റോഡുകളുണ്ടാക്കി, ബൈപ്പാസുകളുണ്ടാക്കി, നിരവധി സ്ഥാപനങ്ങളുണ്ടാക്കി. അങ്ങനെ ആ റോഡുകളുടെ എല്ലാം സമീപത്തോടുകൂടി നിരവധി കെട്ടിടങ്ങൾ വന്നു, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വന്നു, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ വന്നു. പലതരത്തിലുള്ള വരുമാന വർധനവ് നഗരസഭയ്ക്കുണ്ടായി. ഇങ്ങനെ ഈ വരുമാനം എല്ലാം കൂടെ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി വളരെ സുസ്ഥിരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് യാതൊരു പുരോഗതിയും വളർച്ചയും ആ രംഗത്തുണ്ടായിട്ടില്ല. ഏറ്റവും ഈ നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തികഞ്ഞ നിസ്സംഗതയാണ് ഈ മുനിസിപ്പൽ ചെയർമാൻ പുലർത്തിയിട്ടുള്ളത്. ഒരു പുതിയ പ്രോജക്റ്റ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആരംഭിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല. കെട്ടിടങ്ങൾക്ക്, പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് നമ്പറിട്ട് ടാക്സ് അസസ് ചെയ്താൽ മാത്രമേ ആ കെട്ടിടങ്ങളിൽ നിന്നുള്ള വരുമാനം നഗരസഭയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ടാക്സ് ഇടുന്നതിനും നമ്പർ ഇടുന്നതിനും നിർബന്ധമായ ഓരോരോ ഉടക്കുകൾ കണ്ടുപിടിച്ച് അത് താമസിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നഗരസഭയിൽ കുറേ കാര്യങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഈ അഴിമതിക്കുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിരവധി ആളുകൾ നഗരസഭയിൽ വന്നിട്ട് സമയത്ത് അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയാതെ പോയി. അതിൻ്റെ പരാതികൾ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. സ്മിത ആശുപത്രി 12 നില കെട്ടിടമാണ്. ഈ 12 നില കെട്ടിടത്തിൽ 3 നിലയ്ക്ക് ആദ്യം നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട്
ബാക്കിയുള്ള നിലകളിലേക്ക് നമ്പർ എടുക്കുകയോ ടാക്സ് അസൈൻ ചെയ്തില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അത് വെച്ച് താമസിപ്പിച്ചു. ഇപ്പം വർഷങ്ങളായി. അതിനുശേഷം അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിച്ച് നമ്പർ ഇട്ട് കൊടുത്ത് ടാക്സ് അസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുതിയ ചില ന്യായങ്ങൾ കണ്ടുപിടിച്ച് അതിന് നമ്പർ ഇട്ട് കൊടുത്തില്ല. വീണ്ടും അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി മടുത്തിട്ട് ഹൈക്കോടതി പറഞ്ഞു, ഇവരുടെ കാര്യങ്ങൾ ഇതിൻ്റെ വിഷയമൊക്കെ മനസ്സിലാക്കി പറഞ്ഞു, നിങ്ങൾ നമ്പർ ഇടണ്ട, അസസ്സും ചെയ്യണ്ട, നിങ്ങൾ ഒക്കുപ്പൈ ചെയ്തോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അവിടെ ആശുപത്രി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി നിലകളിൽ. 5 നയാ പൈസ മുനിസിപ്പാലിറ്റിക്ക് വരുവാനില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഒറ്റ കാര്യത്തിൽ തന്നെ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിനാരും ഉത്തരവാദിത്വം പറയും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഈ നഗരസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കുറ്റക്കാർക്കെതിരെ അതിശക്തമായിട്ട് നടപടി ചെയ്തിരിക്കണം. ഈ നഗരസഭ അനേകം ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഈ നിലയിൽ വികസിച്ച് വലിയ തോതിലുള്ള വലിയൊരു സൗകര്യങ്ങളുള്ള മുനിസിപ്പാലിറ്റിയായി പ്ലാൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാനൊക്കെ അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ നിലയിൽ ഈ നഗരസഭയെ തകർക്കുന്ന നിലപാടുമായി പോകുന്ന മുനിസിപ്പൽ ചെയർമാനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി UDF മുന്നോട്ട് പോകുമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഒരിക്കലും ഡോക്ടർ ജോലിയെ ഉപയോഗിക്കരുതെന്ന് ഇടുക്കി ജില്ലയിലെ മുതിർന്ന ഡോക്ടർ ജോസ് പോൾ ഡോക്ടേഴ്സ് ഡേയിൽ താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റി നൽകിയ ആദരവിൽ മറുപടി പ്രസംഗം നൽകുകയായിരുന്നു അദ്ദേഹം. റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയാണ് റെഡ് ക്രോസിനെ ഈ ആദരവിന് പ്രേരിപ്പിച്ചതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കമ്മിറ്റി അംഗങ്ങളായ PS ഭോഗീന്ദ്രൻ, അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത്, KM മത്തച്ചൻ, ജെയിംസ് T മാളിയേക്കൽ, അജിത് കുര്യൻ, ജേക്കബ് തോട്ടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ തൊടുപുഴയിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന ഫിസിഷ്യൻ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ജോസ് പോൾ അവറുകളെ നമ്മൾ ആദരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 60കൾ കാലയളവിൽ MBBS കരസ്ഥമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്, അതിനുശേഷം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MD കരസ്ഥമാക്കി. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ MD കരസ്ഥമാക്കിയ ഒരു ഫിഷക്കറിൻ്റെ സമീപത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം തൊടുപുഴയിൽ മൗണ്ട് സിനായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബൃഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിലൂടെ തൊടുപുഴയിലെ നിരവധിയായിട്ടുള്ള രോഗികൾക്ക് ഒരു കരസ്പർശം എന്നുള്ള നിലയിൽ ആരോഗ്യ മേഖലയിൽ സുത്യർഹമായിട്ടുള്ള സേവനം നീണ്ട സംവത്സരങ്ങൾ നടത്തുകയും വാഴക്കുളം സെൻറ്റ് ജോർജ് ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ജനങ്ങൾക്ക് വളരെ രീതിയിൽ ഉപകാരപ്രദമായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഒരു ദൈവ നൈപുണ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ കൊച്ചു പ്രായം മുതലേ ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. സാധാരണ കൊച്ചുകുട്ടികളൊക്കെ ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഡോക്ടറാകാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണമുണ്ട്, എനിക്ക് വലിയ ചൊറി സുഖങ്ങൾ വന്നു. അന്നത്തെ കാലത്ത് മേൽ ചൊറി വരിക എന്നൊക്കെ ഉള്ളത് സാധാരണ സംഭവമാണ്. ചൊറി വന്ന് മൂവാറ്റുപുഴ ആശുപത്രിയിൽ എൻ്റെ അപ്പൻ വലിയ ഡോക്ടറെ അന്വേഷിച്ച് പോയതാണ്. തൊടുപുഴയൊന്നും വലിയ കാര്യമായ ഡോക്ടർമാരില്ല. അപ്പോൾ അവിടെ മൂവാറ്റുപുഴ ആശുപത്രി പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നു എൻ്റെ അപ്പൻ്റെ കയ്യിൽ നഖം നീട്ടുന്ന ഒരു പ്രവൃത്തി അപ്പൻ്റെ ഒരു ഹോബിയാണ്. നഖം നീട്ടി നല്ല വീട്ടിൽ തുടങ്ങിയ എല്ലാവരുടെയും എന്നെ പരിശോധിക്കാൻ കിടത്തിയിട്ട് നിന്ന ആ സമയത്ത് ഈ നഖം കണ്ടിട്ട് ഡോക്ടറിനോട് ദേഷ്യം വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം കൊണ്ട് വല്ലാതെ ഒരു വികാര ഉജ്ജംഭിതനായിട്ട് കിടക്കുന്നത് അറിയാം. ദേഷ്യപ്പെട്ടില്ല. നീന്തിനാൻ താൻ നടോ നഖം നീട്ടുന്നത്, എന്താ അതിൻ്റെ ആവശ്യം എല്ലാം പറഞ്ഞോട് ദേഷ്യപ്പെടാൻ. എനിക്ക് 8 വയസ്സേ പ്രായമുള്ളൂ. 8 വയസ്സുള്ള ഒരു കൊച്ചിന് പ്രതികരിക്കാൻ പറ്റത്തില്ല, നടാനുള്ള കാര്യമില്ല. അപ്പം ഞാൻ പൊട്ടിക്കറിഞ്ഞു. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു, എനിക്ക് ഈ ഡോക്ടറെ പോലെ അല്ല, ഒരു രോഗികളോ ദേഷ്യപ്പെടാതെ നല്ലൊരു ഡോക്ടറായി തീർന്നു. അന്ന് എൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടു.
അന്ന് മുതൽ അതിന് വേണ്ടി തന്നെയായിരുന്നു എൻ്റെ ശ്രമം. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചുപ്രായം മുതൽ ദൈവ സാന്നിധ്യം ഞാൻ അറിഞ്ഞിരുന്നു. ഡോക്ടേഴ്സ് ദിനമായ ജൂലൈ 1 ഡോക്ടർമാരെ ആദരിക്കുകയും മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ JRC സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ജൂലൈ 1 ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ JRC സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ JRC കോർഡിനേറ്റർ ബേബി, സ്കൗട്ട് മാസ്റ്റർ ഡോൺ, ഗൈഡ് മാസ്റ്റർ ജൈജോ, അധ്യാപകരായ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ ഗവൺമെന്റ് ആശുപത്രി സന്ദർശിക്കുകയും ഡോക്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന എല്ലാ രോഗികൾക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും മധുരപലഹാരങ്ങൾ നൽകി. തുടർന്ന് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗം പകരുന്നത് എങ്ങനെയെന്നും രോഗം പ്രതിരോധിക്കുവാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്ന നോട്ടീസ് തയ്യാറാക്കുകയും ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉടുമ്പന്നൂർ പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകളിലും കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തു. തട്ടുകുഴ PHC ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിലാൽ ശർമ്മ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുതൂർ സ്മാർട്ട് പേരന്റിംഗിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. തൊടുപുഴയിലെ ആദ്യകാല ലയൺ മെമ്പറും ചികിത്സാ രംഗത്ത് തൊടുപുഴയുടെ ആദരവും അംഗീകാരവും നേടിയെടുത്ത ഡോക്ടർ ജോസ് പോളിനെ ബൊക്കെ നൽകിയും പൊന്നാട അണിയിച്ചുമാണ് ആദരിച്ചത്. പുതിയ ലേണേസ്റ്റിക് വർഷത്തിന് ഇന്ന് ആരംഭം കുറിച്ചുകൊണ്ട് നടത്തപ്പെട്ട യോഗം ലയൺസ് ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റ് ലിബോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. ജോസ് പോൾ ഡോക്ടറെ തന്നെ ആദരിക്കാൻ സാധിച്ചതിൽ ഞങ്ങളൊരു വലിയൊരു അഭിമാനമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുക. ഏറ്റവും ആദ്യത്തെ MBBS ഡോക്ടർ ഇവിടെ, അത് കഴിഞ്ഞ് MD, ഏറ്റവും രോഗനിർണയത്തിൽ തൊടുപുഴയുടെ ഒരു ആദരണീയമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ആദ്യം ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 43 വർഷം മുമ്പ് ഡോക്ടർ എൻ്റെ നാക്ക് പോലും മുറിഞ്ഞിട്ട് ഡോക്ടറാണ് ചെയ്തേക്കുന്നത്. ഈ നിമിഷം ഭയങ്കര സന്തോഷമുണ്ട് ഡോക്ടറെ ആദരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും ഈ ഡോക്ടേഴ്സ് ഡേയിൽ നേർന്നുകൊണ്ട് തൊടുപുഴ ലയൺസ് ക്ലബ്ബ് എലൈറ്റിന് വേണ്ടി ഞങ്ങൾ ആദരിക്കുകയാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6 ശനിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് വായ്പ നിഷേധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. മുൻകാലങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും നിലവിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിൽ ബാങ്കുകൾ മത്സരിക്കുകയാണ്. ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികൾ ചൂണ്ടിക്കാട്ടി വായ്പ നിഷേധിക്കുന്നത് മൂലം പാതിവഴിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുമ്പിൽ ജൂലൈ 6 ശനിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വായ്പ നിഷേധിക്കുന്നത്. വായ്പ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ വായ്പയ്ക്കായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരടക്കം മാറിയിരിക്കുകയാണ്. ഇവിടെ മുൻകാലങ്ങളിൽ UPA ഭരണകാലത്തൊക്കെ പരമാവധി വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും എന്നാൽ ഇന്ന് എങ്ങനെ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാം എന്നുള്ളതിനകത്ത് ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികളാണ് ഓരോ ബാങ്കും മുമ്പിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉപാധികൾ നിമിത്തം പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇന്ന് നിലനിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ കർശനമായ നിബന്ധനകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് പരമാവധി വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എല്ലാ ബാങ്കിനും ഒരേ നിയമമാവുക, ഏകീകൃതമാവുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും
അപമര്യാദയായി പെരുമാറുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരവുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക, നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക, വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക, ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ലോൺ നിഷേധിക്കുന്ന മറ്റ് ബാങ്കുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു, ജോമോൻ ബിജെ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ അലൻ സി മനോജ്, ടിനു ദേവസ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായ പിഞ്ചോമനയെ പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ടിട്ട് 3 വർഷം പിന്നിടുന്നു. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതോടെ കേസിൽ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത കുറ്റാരോപിതനായ അയൽവാസിയായ അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിടുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രക്ഷോഭങ്ങൾക്ക് വണ്ടിപ്പെരിയാറിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ പ്രതിഷേധങ്ങൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കേസിൽ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതോടെ പുതിയ പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴായി. നീതിദേവത തനിക്കുമേൽ കണ്ണടച്ച് നീതി ലഭിക്കാതാവുമ്പോഴും ലോകത്തിന്റെ കാപട്യങ്ങൾ തിരിച്ചറിയാത്ത ആ പിഞ്ചോമന ഈ മണ്ണിൽ ഒന്നുമറിയാതെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ പിഞ്ചു ബാല്യത്തിന് BBC ന്യൂസിന്റെ ആദരാഞ്ജലികൾ. 2021 ജൂൺ 30-നാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞ പോലീസ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡന വിവരം കണ്ടെത്തിയതോടെയാണ് ബലാത്സംഗ കൊലപാതക കുറ്റം ചുമത്തിയത്. പിഞ്ചു ബാലിക ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. കേസിൽ തക്കതായ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന കാരണത്താൽ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത കുറ്റാരോപിതനായ അർജുനൻ എന്നയാളെ കട്ടപ്പന കോടതി വെറുതെ വിടുകയായിരുന്നു. ഇതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്കാണ് വണ്ടിപ്പെരിയാർ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഈ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കേസിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതോടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി മാറിയതോടെ തങ്ങളുടെ പൊന്നോമനയുടെ 3ാം ചരമവാർഷികത്തിലും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന പ്രാർത്ഥനയിൽ ആ പിഞ്ചോമനയുടെ കല്ലറയിൽ കുടുംബാംഗങ്ങൾ തിരിതെളിച്ചു. കൊലപാതകം നടന്നതിന് പിന്നാലെ ജൂലൈ 4-ന് അയൽവാസിയായ അർജുനനെ പോലീസ് പിടികൂടി 78 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു. അന്നത്തെ വണ്ടിപ്പെരിയാർ CI TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷന് ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വന്നപ്പോഴും സമൂഹ മനസാക്ഷിക്ക് ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇയാൾ അല്ലെങ്കിൽ മറ്റാരാണ് ആ പിഞ്ചു ബാല്യത്തെ ഞെരിച്ചുടച്ചതെന്ന് കണ്ടെത്തുകയോ അല്ലാത്തപക്ഷം മതിയായ തെളിവുകൾ നൽകണമെന്നു കൂടിയുള്ള നിർദ്ദേശം കൂടി നീതിപീഠത്തിന് നൽകാമായിരുന്നു എന്നതാണ്. ഈ ലോക കാപട്യങ്ങളുടെ മുഖം തിരിച്ചറിയാത്ത ആ പിഞ്ചു ബാല്യം ഒരു ക്രൂര കൊലപാതകത്തിന്റെ അവശേഷിക്കുന്ന സാക്ഷിയായി ഇവിടെ അന്തിയുറങ്ങുകയാണ്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. SDPI ഉണ്ടപ്ലാവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഉണ്ടപ്ലാവ് മുതലക്കോടം ലിങ്ക് റോഡ് ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടപ്ലാവ് ബ്രാഞ്ച് പ്രസിഡന്റ് ഫൈസൽ കരീമിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തി.
ഉപരോധം SDPI തൊടുപുഴ മണ്ഡലം ട്രഷറർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സെയ്ദ് യാസിൻ, മാഹിൻ നാസർ, അനസ് മംഗളാപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുണ്ടപ്ലാവ് ബ്രാഞ്ച് സംഘടിപ്പിച്ച റോഡ് ഉപരോധത്തിലാണ് നാമുള്ളത്. മുണ്ടപ്ലാവ് മുതലക്കുടം ലിങ്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലർക്കും നമ്മൾ നിവേദനം കൊടുക്കുകയുണ്ടായി. അവരുടെ ഭാഗത്തുനിന്നും ഒരു തിരിഞ്ഞുനോട്ടവും ഉണ്ടായില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, മുതലക്കുടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്നുവേണ്ട നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത്. ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി ആൾക്കാരോട് ബന്ധപ്പെട്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടിയും നിലവിൽ എടുത്തിട്ടില്ല. അധികാരികൾക്ക് ഇപ്പോൾ താല്പര്യം കൈക്കൂലി വാങ്ങി ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിലാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, വിജിലൻസ് 1 ലക്ഷം രൂപ കൈക്കൂലി മുനിസിപ്പൽ ഉദ്യോഗസ്ഥരിൽ നിന്നും അതിന്റെ പങ്ക് പറ്റുന്ന ചെയർമാൻ അടക്കമാണ് നിലവിൽ തൊടുപുഴ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ റോഡൊക്കെ നന്നായി കിടക്കുന്നത്? അതേമാതിരി ഇവിടുത്തെ കൗൺസിലർക്കും യാതൊരു താല്പര്യവും ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ല. ഈ കിഴക്കൻ മേഖലയോട് കാണിക്കുന്ന അവഗണന, മുനിസിപ്പൽ കൗൺസിൽ അടക്കം മൊത്തത്തിൽ കാണിക്കുന്ന അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിരവധി നാളുകളായി ഈ കിഴക്കൻ മേഖലയോട്, പ്രത്യേകിച്ച് ഉണ്ടപ്ലാവ്, കുമ്പങ്കല്ല്, ഇടവെട്ടി ഇവിടെ സഞ്ചരിച്ച് നോക്കിയാൽ അറിയാം ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ. നിരവധി നാളുകളായി ഞങ്ങൾ 16-ാം വാർഡിലും മാത്രമല്ല 17-ാം വാർഡിലും 18-ാം വാർഡിലും നമ്മൾ നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗൺസിലർമാരോട് സമീപിക്കുമ്പോൾ നിഷേധാത്മകമായ സമീപനമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. കളിവെള്ളങ്ങൾ ഇങ്ങനെ ഒഴിക്കുക, ആകപ്പാടുള്ള പിള്ളേർക്ക് വൈകിട്ട് വന്നിട്ട് ഇങ്ങനെ കളിക്കാം. വിദ്യാർത്ഥികൾക്ക് സഞ്ചാരം സുഗമമാക്കുക. സേവാഭാരതി തൊടുപുഴ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപക രക്ഷകർതൃ അംഗങ്ങളുടെ സഹകരണത്തോടെ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരിസര ശുചീകരണം സംഘടിപ്പിച്ചു. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കുട്ടികളും മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. സേവാഭാരതി തൊടുപുഴ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപക രക്ഷാകർതൃ അംഗങ്ങളുടെ സഹകരണത്തോടെ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരിസര ശുചീകരണം സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരം, ഗ്രൗണ്ട്, പ്ലേ ഏരിയ, ഗാർഡൻ എന്നിവിടങ്ങളിലെ ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് വൃത്തിയാക്കി. സ്കൂൾ പരിസരത്ത് രൂക്ഷമായിരുന്ന ഇഴജന്തുക്കളുടെയും കൊതുകിന്റെയും ശല്യത്തിന് പരിഹാരമായി ബ്ലീച്ചിംഗ് നടത്തി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ കിണർ വൃത്തിയാക്കിയിരുന്നു. സേവാഭാരതി മുനിസിപ്പൽ സമിതി സെക്രട്ടറി ഹരിശാന്ത്, ട്രഷറർ AG കൃഷ്ണകുമാർ, കൺവീനർ നാരായണൻ എന്നിവരും സ്കൂൾ ഹെഡ്മിസ്ട്രസ് അമ്പിളി അപ്പുക്കുട്ടൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീജ, PTA പ്രസിഡന്റ് CG സോമശേഖരൻ എന്നിവരും നേതൃത്വം നൽകിയ ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കുട്ടികളും മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കുചേർന്നു. പ്രദേശത്തെ പൊതുവിദ്യാലയം കൂടുതൽ